മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രത്തിന് ലാസ്റ്റ് ചാൻസ് നൽകി ഹൈക്കോടതി. ഓണത്തിന് ശേഷം തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്രത്തിന് അന്ത്യശാസനം നൽകി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ വച്ചിരുന്നു. വിഷ്ണു, കാലം അത്രയും ഒളിച്ചുകളിയാണ്. നമ്മളവിടെ അതിൻ്റെ വാർഷികത്തിന് പോകുമ്പോഴും ഈ ദുരന്തബാധിതരൊക്കെ അങ്ങേയറ്റം വായ്പ എടുത്തവരൊക്കെ അവർ ബാങ്കുകളുടെ ഭീഷണിയൊക്കെ അവർ പലയാവർത്തി പറയുന്നുണ്ട്. അപ്പോഴൊക്കെ കേന്ദ്രത്തിൽ ഒളിച്ചുകളി ഇപ്പോഴും തുടരുകയാണ്. ഓണത്തിന് ശേഷം ഇത് എഴുതി തള്ളുമോ ഇല്ലയോ എന്ന് പറയണമെന്നല്ലേ? അശ്മി, ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു വയനാട് ദുരന്തം ഉണ്ടായിട്ട്. അതിനിടയിലാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചത് വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേ ചോദ്യം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. 2 ആഴ്ച സമയം, 3 ആഴ്ച സമയത്തുള്ള മറുപടി നൽകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്നും മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി തന്നെ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. എന്താണ് തീരുമാനമെന്ന്, വായ്പ എഴുതിത്തള്ളാനാകുമെങ്കിൽ അത് പറയണം, ഇല്ല എങ്കിൽ അത് പറയണം. ഈ 2 കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ അറിയിക്കാനാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓണത്തിന് ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ സംസ്ഥാന സർക്കാരും സമാനമായ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസമൊക്കെ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം എന്നറിഞ്ഞിട്ട് വേണം സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി തന്നെ വ്യക്തമാക്കിയത് കേരളത്തിലെ പല ബാങ്കുകളും ഈ വയനാട് ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ടുള്ള വായ്പകൾ എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അതൊരു മാതൃകയാക്കി കൂടെ കേന്ദ്ര സർക്കാരിന് എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചുകളി തുടരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഒരു അന്ത്യശാസനം ഹൈക്കോടതി നേരിട്ട് നൽകിയിട്ടുള്ളത്. വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ എന്ന് അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വരും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.